الذي خلق فسوى والذي قدر فهدى نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സർവശക്തനും സർവലോക നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. ഖുർആനും സുന്നത്തും പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൻ്റെ സന്ദർഭത്തിൽ തന്നെ കാലത്തിന് മാസങ്ങൾക്ക് അള്ളാഹു പ്രത്യേകമായ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നത് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. സൂറത്തു തൗബ 36-ാമത്തെ ആയത്തിലൂടെ ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം തന്നെ അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ കാര്യമാണ് മാസങ്ങളുടെ എണ്ണം 12 എന്നത്. മിൻഹ അർബഅത്തുൻ ഹുറും, ആ മാസങ്ങളിൽ 4 പവിത്രമാണ് എന്നതും അള്ളാഹു ഈ വചനത്തിലൂടെ പഠിപ്പിച്ചു തരുന്നു. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നീ മാസങ്ങൾ പവിത്രമായ മാസങ്ങളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതിലെ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ വ്യാപിച്ചിട്ടുണ്ട്. ശരിയായ വസ്തുതകൾ എന്ത് എന്നുള്ളത് നാം മനസ്സിലാക്കൽ ആവശ്യമാണ്. റജബ് മാസം പ്രത്യേകമായ നോമ്പും പ്രത്യേകമായ ഇബാദത്തുകളുമെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഫത്ഹുൽ ബാരിയുടെ കർത്താവായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു, ലം യരിദ് ഫീ ഫദ്ലി ഷഹ്രി റജബ് വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻ മുഅയ്യൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. തീർച്ചയായും റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആ മാസത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ടും ആ മാസത്തിലെ നിർണിതമായ ദിവസങ്ങളിലെ നോമ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പ്രത്യേകമായ രാത്രിയിൽ ആ മാസം നിന്ന് നമസ്കരിക്കുന്ന കാര്യത്തിലും എല്ലാം തന്നെ അതിൽ സ്വഹീഹായ ഹുജ്ജത്തിന് തെളിവിന് അനുയോജ്യമാകുന്ന അടിസ്ഥാനം ഉള്ള ഒരു പ്രമാണവും കാണുക സാധ്യമല്ല എന്നതാണ്.
എന്നാൽ പവിത്രമായ മാസം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതല്ലാതെ അതിലെ പ്രത്യേകമായ ദിവസം, പ്രത്യേകമായ രാത്രി നമസ്കാരം, പ്രത്യേകമായ നോമ്പ് എന്നത് പ്രമാണങ്ങളിൽ എവിടെയും വന്നിട്ടില്ല എന്ന് പൂർവികരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഇസ്രാ മിഅ്റാജ് എന്ന പ്രധാനമായൊരു സംഭവം നടന്നത് റജബ് മാസത്തിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ആ വിഷയത്തിലും ഖണ്ഡിതമായ ഹദീസുകൾ, ഈ മാസം തന്നെയാണ് അല്ലെങ്കിൽ ഈ മാസത്തിലെ ഇന്ന ദിവസമാണത് സംഭവിച്ചത് എന്നതിനും പ്രമാണങ്ങളിൽ കൃത്യമായ തെളിവുകൾ നമുക്ക് കാണുക സാധ്യമല്ല. എന്നാൽ ആ മാസത്തിലാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നത് പൊതുവെ അഭിപ്രായപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇസ്രാ മിഅ്റാജ് എന്ന പ്രധാനമായ സംഭവം, അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ നടക്കുന്ന, ഓർമ്മകൾ പുതുക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ വിശ്വാസികൾ ആ വിഷയത്തിൽ പഠിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ കാര്യം അത് നാം മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് കൃത്യമായി ഉൾക്കൊള്ളുകയും ചെയ്യുക പ്രാധാന്യമുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്കറിയാവുന്ന പോലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ നൽകപ്പെട്ടിട്ടുള്ളതാണ് ഇസ്രാ എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മറ്റു ചില അഭിപ്രായങ്ങളിൽ തന്റെ പിതൃ സഹോദരിയുടെ വീട്ടിൽ നിന്ന് എന്നും കാണാം, അല്ലാഹു അഅലം, മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തപ്പെടുകയും അവിടെ നിന്ന് വാനലോകങ്ങളിലേക്ക് യാത്ര നടത്തപ്പെടുകയും ചെയ്ത അതിമഹത്തായ സംഭവം. അതുമായി ബന്ധപ്പെട്ട് സൂറത്തു ഇസ്രായിലെ 1-ാമത്തെ വചനത്തിൽ തന്നെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാരക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ്സമീഉൽ ബസീർ. ഈ ഒരൊറ്റ ആയത്തിൽ തന്നെ നാം ഉൾക്കൊള്ളേണ്ടതും പഠിക്കേണ്ടുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഈ ആയത്ത് തുടങ്ങുന്നത് സുബ്ഹാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അഥവാ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് എന്ന് കാണാൻ സാധിക്കും. ശേഷം പരിചയപ്പെടുത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാപ്രയാണത്തെ സംബന്ധിച്ചാണ്. ഈ രാപ്രയാണമായ മഹത്തായ സംഭവം, വളരെ ചുരുങ്ങിയ സന്ദർഭം കൊണ്ട് സാധ്യതമായി തീർന്ന ഈ വിഷയം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഏറ്റവും പ്രധാനമായ കാര്യം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നതാണ്. ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും സംഭവം പഠിക്കുമ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായി നാം ഉൾക്കൊള്ളേണ്ടതും ആ കാര്യം തന്നെയാണ്. അഥവാ റബ്ബൊരു കാര്യം തീരുമാനിച്ചാൽ പടച്ചവനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം നടപ്പാക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രത്യേകത, കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ അവന്റെ സവിശേഷത, ഒരു കാര്യം അവൻ ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി, ആവുക അല്ലെങ്കിൽ ഉണ്ടാവുക എന്ന് റബ്ബ് കൽപ്പിച്ചു കഴിഞ്ഞാൽ ഫയകൂൻ, അപ്പോൾ അത് സംഭവിക്കും എന്നതാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിലും അത് നടപ്പാക്കുന്നതിൽ അല്ലെങ്കിൽ പ്രയോഗവൽക്കരിക്കുന്നതിൽ ഒരു പ്രയാസവുമില്ല എന്ന അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച കൃത്യമായ ബോധ്യം നമ്മെ പഠിപ്പിക്കുക എന്നതാണ് ഇസ്രാ മിഅ്റാജ് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ആയത്തിന്റെ തുടക്കം തസ്ബീഹ് കൊണ്ടാണ്, സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിനെ വാഴ്ത്തുക എന്നത്. ദിക്റുകളിൽ പടച്ചവൻ ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്, നമുക്കറിയാം, തസ്ബീഹ് എന്നുള്ളത്. നമ്മൾ വെള്ളിയാഴ്ചയിൽ പ്രത്യേകിച്ച് പാരായണം ചെയ്യുന്ന വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം ബാഖിയാത്തു സ്വാലിഹാത്തിന് റസൂലുള്ളാഹി നൽകിയ വിശദീകരണം. ഒന്നിലേറെ ഹദീസുകളിൽ കൃത്യമായി വന്നിട്ടുള്ളതാണ്. റസൂലുള്ളാഹി എണ്ണി പറഞ്ഞു, ബാഖിയാത്തു സ്വാലിഹാത്ത് എന്നുള്ളതിൽ പ്രധാനമായി വരുന്നത് തസ്ബീഹും തഹ്മീദും തക്ബീറും തഹ്ലീലും അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നീ 5 കാര്യങ്ങളാണ്. അപ്പൊ ആ 5 പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ബാഖിയാത്തുസ് സാലിഹാത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമായൊരു കാര്യം തസ്ബീഹാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇസ്രായിൽ തന്നെ 44-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർള്, 7 ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. 7 ആകാശങ്ങളും ഭൂമിയും എന്ന് മാത്രമല്ല, വമൻ ഫീഹിന്ന, അവയിലുള്ളതായ എല്ലാ സൃഷ്ടി വസ്തുക്കളും. എന്നിട്ട് അല്ലാഹു പറയുന്നു വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. ആകാശഭൂമികളിൽ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലാത്ത ഒരൊറ്റ വസ്തുവുമില്ല, പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റം സഹനശീലനും അതുപോലെ തന്നെ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്, യുക്തിമാനാണ് റബ്ബ് എന്ന് റബ്ബ് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അപ്പോ തസ്ബീഹ് കൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. സുബ്ഹാനല്ലാഹയുടെ മഹത്വം മുമ്പ് പലപ്പോഴും ഇവിടെ സൂചിപ്പിച്ചതാണ്. ഇസ്റാ മിഅ്റാജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാന പാഠങ്ങളിൽ ഒന്ന്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവിക പ്രവാചകന്മാരെ കണ്ട സന്ദർഭങ്ങളിൽ അവരിൽ പ്രമുഖനായ ഇബ്രാഹിം അലൈഹിസ്സലാമുമായിട്ട് ദീർഘനേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശയവിനിമയം നടത്താൻ അവസരം ലഭിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സന്ദർഭത്തിൽ നൽകിയ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്ന്, അങ്ങയുടെ ഉമ്മത്തിനോട് തസ്ബീഹ് അധികരിപ്പിക്കാൻ ആവശ്യപ്പെടണം എന്നതാണ്. കാരണം മഹ്ശറിൽ ചെല്ലുമ്പോ, സ്വർഗത്തിലെത്തുമ്പോ ഒരു തസ്ബീഹിന്റെ പ്രതിഫലം കാണുമ്പോ അടിമ അത്ഭുതപ്പെട്ടു പോകുമെന്നാണ്. അത്രയേറെ കൂലി അല്ലാഹു ഇതിന് നൽകുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ദുനിയാവിൽ ജീവിച്ചിരുന്നപ്പോ കൂടുതൽ സുബ്ഹാനല്ലാഹ് പറയുമായിരുന്നു എന്ന് മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് ഖേദിച്ചു പോകത്തക്ക വിധത്തിൽ അത്രയും മഹത്തരമാണ് തസ്ബീഹിന്റെ പ്രതിഫലം. അതുകൊണ്ട് ഇസ്റാ മിഅ്റാജിന്റെ സംഭവം പറയുന്നിടത്തും ഈ സുബ്ഹാൻ എന്ന റബ്ബിനെ വാഴ്ത്തുന്ന വചനത്തിലൂടെയാണ് ഈ അധ്യായം നമുക്ക് ഈ അധ്യായം തുടങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ രാപ്രയാണം ചെയ്യിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. റഹ്മാനായ റബ്ബ് ആദരിച്ച വ്യക്തിത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങേയറ്റത്തെ ബഹുമാനം, ആദരവ്. അതുകൊണ്ടാണല്ലോ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ ആത്തി മുഹമ്മദനിൽ വസീല വൽ ഫളീല എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വസീലയും ഫളീലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള മഹത്തായ ദറജയാണ്, സ്ഥാനമാണ്. ആ മഹാനായ വ്യക്തിത്വത്തെ വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോ യാ നൂഹ് എന്ന് അള്ളാഹ് വിളിച്ചിട്ടുണ്ട്, യാ ഇബ്രാഹിം എന്ന് വിളിച്ചിട്ടുണ്ട്, യാ മൂസ എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ യാ മുഹമ്മദ് എന്ന് അങ്ങനെ വിളിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ അത്രയേറെ പേര് ചൊല്ലി വിളിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ആദരവ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ ബഹുമാനം അള്ളാഹു ഈ സംബോധനയിലെല്ലാം പ്രകടമാക്കുന്നുണ്ടെങ്കിലും ഇവിടെ അടിമ എന്നാണ് വിളിക്കുന്നത്. അസ്റാ ബിഅബ്ദിഹി എന്നാണ് സൂചിപ്പിക്കുന്നത്. കൃത്യമായൊരു സന്ദേശം ആ പ്രയോഗത്തിലുണ്ട്. ഒരു മനുഷ്യൻ എത്ര ആദരണീയനാണെങ്കിലും, എത്ര ഉന്നത സ്ഥാനത്താണുള്ളതെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അടിമയാണ് എന്ന കാര്യം തൗഹീദിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ്. റബ്ബിന് തുല്യമാകാൻ മറ്റൊരു വ്യക്തിക്കും സാധ്യമാകില്ല. ഈ ലോകത്തെ ഏതൊരാളും അള്ളാഹുവിന്റെ അടിമയാണ് എന്ന കാര്യം ഇവിടെ ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും കാര്യം പറയുന്നിടത്തും ബിഅബ്ദിഹി എന്ന പ്രയോഗത്തിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തി തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒന്നുകൂടി വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ആദരവ് ഒരിക്കലും തന്നെ ശിർക്കിലേക്ക് എത്താൻ പാടില്ല. പടച്ചോന് തുല്യമായി മറ്റുള്ളവരെ കാണുന്ന അവസ്ഥയിലേക്ക് എത്തരുത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസ്വാറ ഇബ്ന മറിയം, ക്രിസ്ത്യാനികൾ ഈസാ അലൈഹിസ്സലാമിനെ മഹത്വപ്പെടുത്തിയ പോലെ നിങ്ങൾ എന്നെ അങ്ങനെ ചെയ്യരുത്. കാരണം ഫഇന്നമാ അന അബ്ദു, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ട് ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, നിങ്ങൾ എന്നെ കുറിച്ച് പറയുമ്പോ അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലും എന്നേ പറയാൻ പാടുള്ളൂ. ഈസാ നബിയെ ബഹുമാനിച്ച് ദൈവപുത്രനാക്കി തീർത്ത് ആരാധ്യനാക്കി തീർത്ത പോലെ എന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യരുത് എന്ന് അവിടുന്ന് കൽപ്പിക്കുകയാണ്. അഥവാ തൗഹീദിന്റെ കൃത്യമായ അധ്യാപനം ആ വിഷയം
വിഷയത്തിൽ വിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. നാലാമത്തൊരു കാര്യം, വിശ്വാസികൾ കാണുമ്പോഴുണ്ടാകേണ്ടുന്ന സന്തോഷവും അഭിവാദനവുമാണ്. അഥവാ സലാമിന്റെ മഹത്വം. ഇസ്രായിന്റെ മിഅ്റാജിന്റെ സംഭവത്തിൽ ഈ വിഷയം നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യമാണ്, ലാ തദ്ഖുലൂനൽ ജന്ന ഹത്താ തുഅ്മിനൂ. നിങ്ങൾ ഈമാൻ ഉൾക്കൊള്ളുന്നവരെ നിങ്ങൾക്ക് സ്വർഗത്ത് പ്രവേശിക്കാൻ കഴിയും. സ്വർഗം കിട്ടണമെങ്കിൽ യഥാർത്ഥമായ ഈമാൻ നിങ്ങൾ സ്വീകരിക്കണം. വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബു. പരസ്പരം സ്നേഹിക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ മുഅ്മിനുകളാവുകയില്ല. മുഅ്മിനാണോ പരസ്പരം സ്നേഹമുണ്ടാകണം. ആ ഹദീസിൽ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അവലാ അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെ, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിലുള്ള പരസ്പര സ്നേഹം വർദ്ധിക്കും. എന്താണത്? അഫ്ഷുസ്സലാമ ബൈനക്കും. നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കണം. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്. പരസ്പരം സലാം പറയുക, അഭിവാദനം, ഏറ്റവും ഉത്തമമായ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പരസ്പരം നടത്തുക എന്നുള്ളത്. മിഅ്റാജിലും ഈ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ആ രാപ്രയാണത്തിൽ അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. ഫസല്ലംതു അലൈഹി, ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു. ഫറദ്ദസ്സലാം, ആദം അലൈഹിസ്സലാം എനിക്ക് സലാം മടക്കി. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹ് വൻ നബിയ്യി സ്വാലിഹ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്. മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹ് വൻ നബിയ്യി സ്വാലിഹ്. ഉത്തമനായ മനുഷ്യപുത്ര, അതുപോലെ തന്നെ സൽവൃദ്ധനായ മനുഷ്യപുത്ര, പ്രവാചക എന്ന് അഭിസംബോധന ചെയ്തിട്ടാണ് ആദം അലൈഹിസ്സലാം എന്റെ സലാം മടക്കിയത്. അഥവാ മിഅ്റാജിൽ പ്രവാചകന്മാരെ കണ്ടുമുട്ടിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞുകൊണ്ടാണ് അവരുമായുള്ള സംഭാഷണം നടത്തുന്നത്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. വിശ്വാസികൾ പരസ്പരമുള്ള ബാധ്യതകൾ 6 എണ്ണി പറഞ്ഞെടുത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. കണ്ടുമുട്ടിയ എന്ത് വേണം? സലാം പറയണം. അത് വ്യാപിപ്പിക്കണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. 5ാമത്തെ പ്രധാനമായ ഒരു പാഠം പ്രമാണങ്ങളോടുള്ള നിലപാടാണ്. ദീനിന്റെ വിഷയത്തിൽ വിശ്വാസി സ്വീകരിക്കേണ്ടുന്ന സമീപനം എന്താണ്? ഖുർആനിലും സുന്നത്തിലും ഒരു കാര്യം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് നമ്മുടേതായ ഒരു തെരഞ്ഞെടുപ്പ് ആ വിഷയത്തിലില്ല. അത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ബോധ്യപ്പെടുത്തി തന്ന കാര്യമാണ്. ഒരു കാര്യത്തിൽ ഇദാ ഖലല്ലാഹു വ റസൂലുഹു അംറൻ, അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അവരുടേതായ ഒരു തെരഞ്ഞെടുപ്പില്ല. ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും പലതും ദീനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് അതിനെ നിഷേധിക്കുന്ന ഒരു സമീപനം ആളുകളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇസ്രാ മിഅ്റാജ് സംഭവത്തെ സംബന്ധിച്ചിടത്തോളം അത് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം, അള്ളാഹും റസൂലും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം എന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഈ അനുഭവങ്ങൾ ഖുറൈശി പ്രമാണിമാരുടെ മുമ്പിൽ വിശദീകരിച്ചപ്പോ അവർ അതിനെ പരിഹസിച്ചു, കളവാക്കി മാറ്റി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നീട് വന്നപ്പോ താങ്കളുടെ കൂട്ടുകാരന് ഭ്രാന്താണ് എന്ന് പരിഹാസരൂപം അവർ പറഞ്ഞു. നിന്റെ സുഹൃത്ത് മുഹമ്മദ് പറഞ്ഞതൊക്കെ നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, നഅം ഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക്. അതിനേക്കാൾ വിദൂരമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിനൊക്കെ സത്യപ്പെടുത്തിയവനാണ് ഞാൻ. ഉസദ്ദിഖുഹു ഫീ ഖബരി സമായി ഫീ ഗുദ്വത്തിൻ ഔ റൗഹത്തിൻ. ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും ആ റസൂലിലേക്ക് വാനലോകത്ത് നിന്ന് വരുന്ന അറിവുകളെ, വഹീനെ സത്യപ്പെടുത്തിയ ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ വിഷയത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറയുന്നത് അതിനെ അവിശ്വസിക്കേണ്ടുന്ന ഒരാവശ്യം എനിക്കില്ല. അതുകൊണ്ട് ദീനിന്റെ കാര്യത്തിൽ നമ്മുടെ ബുദ്ധിയുടെ തുലാസിലിട്ട്, പരിമിതമായ അറിവിന്റെ തുലാസിലിട്ടിട്ട് ആ കാര്യങ്ങളെ
പഠനവിധേയമാക്കി ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പുറത്തു പറയാൻ പറ്റുമോ, ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ പറ്റുമോ എന്ന സന്ദേഹം മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല എന്ന പാഠം കൂടിയാണ് ഈ സംഭവം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ആറാമത്തെ ഏറ്റവും പ്രധാനമായ പാഠം നമസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഹ്ശറിൽ ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നമസ്കാരം, അള്ളാഹുവിന്റെ മുമ്പിലുള്ള ഇബാദത്ത്, ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. ആ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്, കൽപ്പിക്കപ്പെട്ടത് നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാപ്രയാണവുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം 50 വക്തായിരുന്ന ആ നമസ്കാരത്തെ 5 വക്താക്കി ചുരുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞത്, യാ മുഹമ്മദ് ഇന്നഹുന്ന 5 സലവാത്തിൻ കുല്ല യൗമിൻ വലൈല ലികുല്ലി സ്വലാത്തിൻ അശ്ർ ഫദാലിക 50 സ്വലാ. 50 വഖ്തുണ്ടായിരുന്നത് 5 വക്താക്കി കുറക്കപ്പെട്ടു. പക്ഷേ മുഹമ്മദ് ആ 5 വക്ത് നമസ്കാരം, രാത്രിയിലും പകലിലുമുള്ള ആ 5 വക്ത് നമസ്കാരം എന്ന് പറയുന്നത് ലികുല്ലി സ്വലാത്തിൻ അശ്ർ, ഓരോ നമസ്കാരവും 10 മടങ്ങ് പ്രതിഫലമുള്ളതാണ്. അതുകൊണ്ട് ഫദാലിക 50 സ്വലാ, 5 വക്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ 50 വക്ത് നമസ്കാരമാണ്. ഇത് നമ്മുടെ നമസ്കാരത്തിൽ ഗൗരവപൂർവ്വം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. 50 വക്ത് നമസ്കാരത്തിന്റെ മേനിയുള്ള നമസ്കാരമാണ് ദിവസം 5 നേരം ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ ബന്ധുവീട്ടിലൊരു വിവാഹത്തിന് എന്നെ ക്ഷണിച്ചാൽ ആ കല്യാണത്തിന്റെ പേരിൽ ഈ നിസ്കാരം ഒഴിവാക്കുന്ന, വീട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളും ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട്, ചെറിയ യാത്രകളുമായി ബന്ധപ്പെട്ടൊക്കെ നമസ്കാരത്തിന്റെ നേർക്ക് അവഗണനയുടെ സമീപനം വെച്ചു പുലർത്തുന്നവരാണോ നമ്മൾ? ഗൗരവമായി നമ്മൾ കാണണം. സ്വഹാബത്ത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുദ്ധരിച്ചുകൊണ്ട്, മൻ തറക സ്വലാത്ത ഫഖദ് കഫറ, ആര് നമസ്കാരം ഉപേക്ഷിക്കുന്നുവോ അവൻ കാഫിറായിരിക്കുന്നു എന്ന റസൂലിന്റെ വാക്കിനെ മുൻനിർത്തി സഹാബത്ത് പറഞ്ഞത്, ഉപേക്ഷിച്ചാൽ കാഫിറാകുമെന്ന് നമസ്കാരത്തിന്റെ അത്ര ഗൗരവത്തിൽ മറ്റൊരു വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമസ്കാരത്തോടുള്ള കണിശത, അത് ഹൃദയ സാന്നിധ്യത്തോടെ ഖുശൂഓടുകൂടി നിർവഹിക്കുക. ആ നമസ്കാരത്തിന് ജീവിതത്തിൽ സ്വാധീനമുണ്ടാവുക. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹിശാഇ വൽ മുൻകർ, നീചവും വെറുക്കപ്പെടുന്നതുമായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും നമസ്കാരം തടയുന്നു എന്നതാണ്. അതുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നവനാണ് എന്നതുകൊണ്ട് ഞാൻ ഇടപാടുകളിൽ വഞ്ചന നടത്തില്ല, ഞാൻ കള്ളം പറയില്ല, എന്റെ ജോലിയിൽ ഞാൻ അമാന്തം കാണിക്കില്ല, ഞാൻ കൈക്കൂലി വാങ്ങില്ല, ഞാൻ ലൈംഗികമായ തിന്മകളിൽ ഏർപ്പെടില്ല, സാമ്പത്തികമായ അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യില്ല എന്നിങ്ങനെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും സൂക്ഷ്മത പാലിക്കാൻ നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരം നമുക്ക് പ്രേരണയായി തീരണം. അപ്പോൾ മാത്രമാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജുമായി ബന്ധപ്പെട്ട ആ നമസ്കാരത്തിന്റെ പ്രാധാന്യം, 50 വക്തിന്റെ മേനിയുള്ള 5 നേരം നമ്മൾ നിർവഹിക്കുന്ന ഈ നമസ്കാരം ഗൗരവത്തോടുകൂടി കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഏതായിരുന്നാലും ഈ ഓർമ്മകൾ പുതുക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഇസ്റാ മിഅ്റാജ് എന്ന അള്ളാഹുവിന്റെ കഴിവും അള്ളാഹുവിന്റെ മഹത്വവും നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്തി തരുന്ന, റിസാലത്തിന്റെ മഹത്വം നമുക്ക് വ്യക്തമാക്കി തരുന്ന ഈ സംഭവം ആധുനിക മുഅ്മിന് നൽകുന്ന ഈ സന്ദേശങ്ങളെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് സാധ്യമായി തീരണം. ഈമാൻ ശരിയായ നിലക്ക് ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കുന്ന, ദീനിന്റെ എല്ലാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ നടപ്പാക്കുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ദീനിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പരമാവധി സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തും. തിന്മകൾ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥയിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ച് ലഹരിയുടെ വ്യാപനം അതിശക്തമായി തീരുകയും
മനുഷ്യത്വത്തിന് വിരുദ്ധമായ നിലക്കുള്ള പ്രവണതകൾ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന, നാട് മുഴുവൻ ലഹരിയിൽ മുങ്ങുന്ന ഒരു ദുരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നാം പഠിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ, ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന കാര്യങ്ങളെ ആ അർത്ഥത്തിൽ നോക്കിക്കണ്ടിട്ടില്ലെങ്കിൽ, പരിഹാരങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇഹവും പരവും നമുക്ക് നഷ്ടമായി തീരും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവത്തോടുകൂടി ദീന് പഠിപ്പിച്ചൊരു വിഷയമാണ് ലഹരിയുടെ കാര്യം. സ്വന്തം മകൻ, ഓമനിച്ചു വളർത്തിയ മകൻ, മാതാവിനെ ക്രൂരമായി കഴുത്തറുത്ത് കൊന്നത് നമ്മൾ വായിച്ചു. പക്ഷേ അത്തരം വാർത്തകൾ വാർത്തയല്ലാതായി മാറിയ ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 5-ാമത്തെ അധ്യായം 90-ാമത്തെ ആയത്തിലൂടെ മുഅ്മിനുകളെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ. ലഹരി ഇന്ന് സമൂഹത്തിൽ അത്രയേറെ ശക്തമായി പിടിമുറുക്കുമ്പോൾ ഈ വചനം നാം നെഞ്ചിലേറ്റേണ്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്. അഥവാ അഭിസംബോധന മുഅ്മിനുകളോടാണ്, ഗൗരവതരമായി കാണാൻ വേണ്ടിയാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബുഹു ലഅല്ലകും തുഫ്ലിഹൂൻ. തീർച്ചയായും മദ്യവും ചൂതാട്ടവും പ്രശ്നം വെക്കാൻ ഉപയോഗിക്കുന്ന അമ്പുകളും പ്രതിഷ്ഠകളും അത് പൈശാചിക തിന്മകളിൽപ്പെട്ട, മാലിന്യങ്ങളിൽപ്പെട്ട, മ്ലേച്ഛതകളിൽപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളവ വർജിക്കുക. ഇവിടെ റിജിസ് എന്ന പദമാണ് ലഹരിയുമായി ബന്ധപ്പെട്ട അല്ലാഹു ഉപയോഗിച്ചത്. റിജിസ് എന്ന വാക്കിന് മാലിന്യം, മ്ലേച്ഛത എന്നൊക്കെയാണ് അർത്ഥം. സമൂഹത്തിലെ ഒരു മ്ലേച്ഛതയായി, കുടുംബരംഗത്തെ ഒരു മാലിന്യമായി ലഹരിയെ നമ്മൾ കാണേണ്ടതുണ്ട്. മുഅ്മിനുകൾ അതിനോടുള്ള സമീപനം ആ നിലക്കാണ് വെച്ച് പുലർത്തേണ്ടത്. രണ്ടാമത്തേത് ഫജ്തനിബൂഹ് എന്നാണ് അല്ലാഹുവിന്റെ കൽപ്പന, അഥവാ വർജിക്കുക. ഭാഷാപരമായി ഒരു കാര്യത്തിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കുന്നതിനെയാണ് ഇജ്തനബ എന്ന് പറയാം. ഒരിക്കലും അതിനോട് ഒരു യോജിച്ചു പോകുന്ന, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു മൗനം അവലംബിക്കുന്ന സമീപനം പോലും വെച്ച് പുലർത്താതെ സമ്പൂർണമായി അതിനോട് അകലം പാലിക്കുകയും അതിനോട് വിരോധം വെച്ച് പുലർത്തുകയും ചെയ്യണം എന്നതാണ്. എന്തുകൊണ്ട് വർജിക്കണം എന്നത് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു. ഇന്നമാ യുരീദു ശൈത്വാൻ അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിർ. മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. ലഹരി മനുഷ്യനെ പിശാചാക്കി മാറ്റും. ലഹരി മനുഷ്യനിൽ പകയും വിദ്വേഷവും ഉണ്ടാകും. എന്താണ് സ്വന്തം ഉമ്മയെ കഴുത്തറുത്ത് കൊന്ന കുട്ടി പറഞ്ഞത്? എന്നെ പ്രസവിച്ചതിന്റെ, എനിക്ക് ജന്മം നൽകിയതിന്റെ പ്രതികാരാണെന്നാണ്. പകയായി മനസ്സിൽ നിൽക്കുന്ന അർത്ഥം. പക ഉണ്ടാക്കുന്ന അല്ലാഹു പറഞ്ഞതാണ്. വിദ്വേഷം നിങ്ങളിൽ അത് വളർത്തുമെന്നുള്ളത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച കാര്യമാണ്. സുഹൃത്താണോ, ബന്ധുവാണോ, ഉമ്മയാണോ, പെറ്റ തള്ളയാണോ എന്നൊന്നും നോക്കില്ല ഈ ലഹരി തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ. രണ്ട്, അത് കുടുംബത്തെ ശിഥിലമാക്കും, ബന്ധങ്ങളെ തകർത്ത് കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്. മദ്യം എന്ന് പറയുന്നത് അത് തിന്മകളുടെ, മ്ലേച്ഛതകളുടെ മാതാവാണ്. വഅക്ബറുൽ കബായിർ, അതുപോലെ തന്നെ വൻ പാപങ്ങളിൽപ്പെട്ട വലിയ പാപവുമാണത്. മൻ ശരിബഹാ വഖഅല ഉമ്മിഹി വഖാലതിഹി വഅമ്മതി. സുബ്ഹാനല്ലാഹ്. ലഹരി അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അവൻ ഉമ്മയിൽ, അതുപോലെ തന്നെ അവന്റെ അമ്മായിയിൽ, അവന്റെ വല്യുമ്മയിൽ ആരൊക്കെയാണോ അവരിലൊക്കെ അവൻ പതിക്കുന്നതാണ്. അവരൊക്കെ ഉപദ്രവിക്കുന്ന അവസ്ഥ വരും. ആരാണെന്ന് നോക്കാതെ നിലക്ക് പെരുമാറുന്ന അവസ്ഥ വരും. 1400 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന കാര്യമാണ്. മാത്രല്ല, എത്ര കൃത്യമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം ഈ വിഷയത്തിൽ. 10 വിഭാഗം എണ്ണി പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞു. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംരി 10 വിഭാഗക്കാരെ മദ്യവുമായി, ലഹരിയുമായി ബന്ധപ്പെട്ട്. ഖംർ എന്ന വാക്ക് മാ ഖാമറൽ അഖ്ലു എന്നാണ്. അഥവാ ബുദ്ധിയുടെ സ്വബോധാവസ്ഥ നഷ്ടപ്പെടുത്തുന്നതിന് മൊത്തത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഖംർ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാലം മുന്നോട്ട് നീങ്ങുമ്പോൾ, അന്ത്യനാൾ അടുക്കുമ്പോൾ പല പേരിട്ട് ആളുകൾ അതിനെ വിളിക്കും, പക്ഷെ എല്ലാം അത് ലഹരി തന്നെയാണ് എന്ന്. അതുമായി ബന്ധപ്പെട്ട 10 കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞു.
എന്നിട്ട് പറഞ്ഞു അള്ളാന്റെ റസൂൽ ആ ആളുകളെ ശപിച്ചു. ഏതൊക്കെയാ 10 വിഭാഗം? ആസിറഹ, ഒന്ന് അത് വാറ്റുന്ന ആളുകൾ, അത് ഉണ്ടാക്കുന്ന ആളുകൾ, നിർമ്മാതാക്കൾ. 2 വമുഅ്തസിറഹ, അത് ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കുന്നത് അവരും. 3 വശാരിബഹ, അത് കുടിക്കുന്ന ആളുകൾ. 4 വഹാമിലഹ, അത് ചുമന്നുകൊണ്ട് കാരിയേഴ്സ് ഉണ്ടല്ലോ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ആരാ ഏറ്റവും കൂടുതൽ? വിദ്യാലയങ്ങളിൽ നമ്മുടെ മക്കളാണ്. നമുക്കറിയില്ല, സ്വന്തം വീട്ടിൽ ഭക്ഷണം കൊടുത്ത് ഞാൻ വളർത്തുന്നത് മഞ്ചേരിയിലെ ഏറ്റവും വലിയ ലഹരി കച്ചവടക്കാരനെയാണ് എന്ന് ഉമ്മമാർക്ക് ഉപ്പമാർക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയില്ല. അനുഭവങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുടെ സ്കൂൾ ബാഗിൽ കൊടുത്തയക്കുന്നത് കുട്ടിക്ക് പോലും അറിയില്ല എന്താ സാധനം എന്ന്. ബസ് സ്റ്റോപ്പിൽ നിന്ന് കൊടുക്കുന്നു, ഇന്നടത്ത് നാളെ വാങ്ങും, കുട്ടി അപ്പൊ കൊടുത്താൽ മതി, നിനക്ക് മിഠായി തരും എന്ന് പറഞ്ഞ് LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലും കാരിയേഴ്സ് ആക്കി മാറ്റുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വഹിക്കുന്ന ആളുകൾ. 5ാമത്തത് വൽ മഹ്മൂലതു ഇലൈ, ആർക്ക് വേണ്ടിയാണോ ഇത് ക്യാരി ചെയ്യുന്നത് അവര്. 6 വസാഖിയഹ, അത് കുടിപ്പിക്കുന്ന ആളുകൾ. 7 വബായിഹ, അതിന്റെ വിൽപ്പന നടത്തുന്ന ആളുകൾ. 8 വആകില സമനിഹ, അതിന്റെ വില തിന്ന് ജീവിക്കുന്ന ആളുകൾ. അതുകൊണ്ട് കാശ്, മുസ്ലിം ഉമ്മത്തിന്റെ പ്രത്യേകത എന്താ? എങ്ങനെങ്കിലും കാശ് ഉണ്ടാക്കിയാൽ മതി. ഇന്നലത്തെ പത്രങ്ങൾ എടുത്തു നോക്കൂ, ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട കേസിൽ മുഴുവനും നമ്മൾ കാണുക മുസ്ലിം പേരുകളാണ്. ഇവിടെ മറ്റ് സമൂഹത്തിലുള്ള ആളുകൾ ഇസ്ലാമിക് ജിഹാദ്, ലഹരി ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് അതിനെ എടുത്തു പറഞ്ഞപ്പോ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു സംഘടിതമായ ശ്രമം മുസ്ലിം ഉമ്മത്ത് നടത്തിയിട്ടില്ല. പക്ഷെ ഇത് ആരോപിക്കത്തക്ക വിധത്തിൽ ഇന്ന് സമുദായം ആയിട്ടില്ലേ എന്നുള്ളത് ഈ വാർത്തകൾ മുന്നിൽ വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പോലും പലപ്പോഴും തോന്നിപ്പോകും. ഗൗരവതരമാണ് വിഷയം. വആകില സമനിഹ, ഇതിന്റെ കാശ് തിന്നുന്നവനെ റസൂലുള്ള ശപിച്ചു. 9 വൽ മുഷ്തരീലഹ, അത് വിലക്ക് വാങ്ങുന്നവനെ. 10 വൽ മുഷ്തറാഹു ലഹു, ആർക്ക് വേണ്ടിയാണോ അത് വിലക്ക് വാങ്ങുന്നത് അവനെയും. ഇങ്ങനെ എണ്ണിപ്പറഞ്ഞു ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന 10 വിഭാഗം ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപമേറ്റവരായിട്ട് പഠിപ്പിക്കപ്പെടുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി പറഞ്ഞു ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗം കിട്ടൂല എന്ന് പറഞ്ഞ് എണ്ണിപ്പറഞ്ഞു. 1 ആഖ്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ. വയസ്സാം കാലത്ത് ഉമ്മനെ ഉപ്പയും കഷ്ടപ്പെടുത്തുന്നവനുണ്ടല്ലോ, സ്വർഗത്തിലവൻ പ്രവേശിക്കില്ല. 2ാമത് അതിന്റെ കൂടെ പറഞ്ഞു വലാ മന്നാൻ, ദാനം ചെയ്തത് എടുത്തു പറഞ്ഞവൻ. പണ്ട് ഞാൻ ഇങ്ങനെ സഹായം ചെയ്തില്ലായിരുന്നു, ഇങ്ങനെ ഉപകാരം ചെയ്തിട്ടില്ലായിരുന്നോ എന്ന് ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞവൻ അവനും സ്വർഗത്ത് പോകില്ല. അതിന്റെ കൂടെ 3ാമത് ഏതാ പറഞ്ഞത്? വലാ മുദ്മിന ഖംർ, മദ്യം കഴിക്കുന്നവൻ അവനും സ്വർഗം കിട്ടൂല. ഖീനത്തുൽ ഖിബാൽ, അവന് പാനീയം റസൂലുള്ളാഹി പറഞ്ഞു. എന്താണത്? നരകത്തിൽ അവന്റെ പാനീയം റസൂലുള്ളാഹി വിശദീകരിച്ചു. അറഖു അഹ്ലിന്നാർ ഔ ഉസാറത്തു അഹ്ലിന്നാർ, നരകത്തിൽ വെന്തെരിയുന്ന ആളുകളുടെ ദേഹത്ത് നിന്ന് ഒഴുകുന്ന വിയർപ്പ് അഥവാ ചീഞ്ചലം, അതാണ് ഈ ലോകത്ത് വെച്ച് ലഹരി ഉപയോഗിച്ചവന് നരകത്തിൽ നൽകുന്ന ശിക്ഷ. അല്ലാഹു നമ്മെയും നമ്മുടെ സന്തതികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി കുടിച്ചു, അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനം MDMA അത് ഉപയോഗിച്ചു, കിടന്ന് മരിക്കുകയാണ്, വയറ്റിനകത്ത് ഈ സാധനമുള്ള അവസ്ഥയിലാണ് മരിക്കുന്നതെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യം. വമൻ ശരിബഹാ ലം യഖ്ബലില്ലാഹു മിൻഹു സലാത്തൻ 40 യൗമ, 40 ദിവസത്തെ നമസ്കാരം, ഇത് കുടിച്ചോന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. കഴിഞ്ഞ ദിവസം മുസ്ലിം സമുദായം പൂർണ്ണമായി മുസ്ലിങ്ങളുള്ള ഒരു മഹല്ലിലെ ഭാരവാഹിയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സമ്മതിക്കണം നമ്മളെ ആളുകളെ, ഇശായിന് കള്ളു കുടിച്ച് കിടന്നിട്ട് സുബീക്ക് ജമാഅത്തിന് വരും, അങ്ങനെയാണ് അവസ്ഥ എന്നാണ്. സുബി ജമാഅത്തുണ്ടാവും, പക്ഷെ തലേന്ന് രാത്രി കള്ളു കുടിച്ചാ കിടന്നത്. ആ നിലക്കായിരിക്കുന്നു മുസ്ലിം മഹല്ലുകളുടെ അവസ്ഥ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. തുടർന്ന് വഇൻ മാത വഹിയ ഫീ ബത്നിഹി മാത മൈതതൻ ജാഹിലിയ്യ, വയറ്റിൽ ഈ ലഹരി വെച്ചുകൊണ്ടാവും മരിച്ചതെങ്കിൽ ജാഹിലിയത്തിന്റെ മരണമാണ് അവൻ മരിച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അത്ര ഗൗരവതരമാണ് ഈ വിഷയം. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നതിനേക്കാൾ അറിയുന്നതിനേക്കാൾ ഇത് വേരുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ അതിന്റെ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിക്ക് പ്രിൻസിപ്പാളിന്റെ മുഖത്ത് നോക്കി പുറത്തിറങ്ങിയാൽ ഞാൻ കൊല്ലും എന്ന് പറയാൻ ധൈര്യം വരുന്നെങ്കിൽ ഈ തിന്മ വയറ്റിലുണ്ടാവുമ്പോൾ മാത്രമല്ലാതെ സാധിക്കില്ല എന്നുള്ളത് സത്യമാണ്.
ആ നിലക്കാണ് ഇന്നത്തെ വിദ്യാലയങ്ങളിൽ അവസ്ഥകൾ എത്തിച്ചേർന്നത്. പരിഹാരം ആവശ്യമല്ലേ സഹോദരങ്ങളെ? മക്കളെ നഷ്ടപ്പെട്ടിട്ട്, ദിഹവും പരവും നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവും? അവരുടെ ബാഗുകൾ പരിശോധിക്കണം, ബന്ധങ്ങൾ പരിശോധിക്കണം, വീട്ടിൽ വരുമ്പോൾ അമിതമായ ക്ഷീണം തലകറക്കുണ്ടെങ്കിൽ നിരീക്ഷിക്കണം. എന്റെ മകൻ ആ വലയിൽ പെട്ടിട്ടുണ്ടോ എന്ന ഗൗരവതരമായ ചിന്ത നമുക്കുണ്ടാകണം. പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ, ദീന് കൊടുക്കുക. എവിടെ ആയിരുന്നാലും പടച്ചോനെ പേടിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കുക. നമ്മുടെ റിലീജിയസ് സ്കൂളുകളിൽ, ക്ലാസ്സുകളിൽ, മദ്രസകളിൽ അവരെ ചേർക്കാന്നല്ലാതെ വേറൊരു പരിഹാരം ഈ വിഷയത്തിലില്ല. അത്രയേറെ വ്യാപിച്ചിരിക്കുന്നു. രാഷ്ട്രീയക്കാരുടെയും നിയമപാലകരുടെയും ഒക്കെ കണ്ണടക്കലുകളും പിന്തുണകളും ഒക്കെ പല രംഗത്തും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പരിഹാരം ദീനിയായ പരിഹാരം മാത്രമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കാര്യഗൗരവത്തോടുകൂടി നാം മുന്നോട്ട് നീങ്ങുക. റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആലോചിച്ചു നോക്കുക, നൊന്തുപറ്റ മാതാവിനെ, കഷ്ടപ്പെട്ട് വളർത്തിയ പിതാവിനെ സ്വന്തം മകനാണെന്ന ബോധം നഷ്ടപ്പെട്ട് കൊല ചെയ്യുന്ന ക്രൂരമായൊരവസ്ഥ ഞാനും നിങ്ങളൊക്കെ അതിന് വിധേയമാവുകയാണെങ്കിൽ എന്തായിരിക്കും സഹോദരങ്ങളെ ആ ദുരന്തം? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാമൂഹികമായ തിന്മകൾ അത് വളർന്നു വരുമ്പോൾ, അത് സമൂഹത്തിൽ വേരോട്ടം നേടുമ്പോൾ, അതിന് കുടപിടിക്കാൻ ആളുകൾ ഉണ്ടാകുമ്പോൾ ഇതിനെയൊക്കെ നമ്മൾ അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി കാണണം. കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാൻ അതൊക്കെ കാരണമായി തീരും. ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. ഈ പരിശുദ്ധമായ മാസം സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ, വരാൻ പോകുന്ന റമളാനിനെ നെഞ്ചിലേറ്റാൻ, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക. റഹ്മാനായ നാഥൻ അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, ജീവിതം അവന് വേണ്ടി സമർപ്പിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم أرنا الحق حقا وارزقنا اتباعه اللهم أرنا الباطل باطلا وارزقنا اجتنابه اللهم سهل أمورنا يا رب العالمين اللهم لا سهل إلا إذا جعلته سهلا وأنت تجعل الحزن إذا شئت سهلا يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.